അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചെങ്കിൽ കാസർഗോട്ടാറ് അടിപൊളിയായിട്ടുള്ള കൂന്തലിൻ്റെ ഉരുക്കലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കൂന്തലിൻ്റെ ഉരുക്കൽ എന്ന് വെച്ചെങ്കിൽ എന്തോ ഒരു ടേസ്റ്റ് തന്നെ അപ്പം നമുക്ക് ചോറിൻ്റെ ഒപ്പവും അതിന് അപ്പത്തിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഉരുക്കൽ തന്നെ. ആരെങ്കിലും ഇങ്ങനെ ട്രൈ ആക്കാത്ത ആളുണ്ടെങ്കിൽ ട്രൈ ആക്കി വെക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിപ്പോൾ ഇല്ലേ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്കില്ലേ 1 കിലോ കൂന്തലില്ല നല്ല പോലെ ഇല്ല വട്ടത്തിൽ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിന്. ഇനിയിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ എന്ന് വെച്ചെങ്കിൽ ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു ചെറുനാരങ്ങൻ്റെ പകുതി എടുത്തിന് അതിൻ്റെ നീര് മൊത്തം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നീരില്ലെങ്കിൽ ഒരു ഫുള്ള് ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ഹാഫ് ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ചു കൊടുത്തിന്. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂട്ടിയിട്ടില്ല നല്ല പോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ നല്ല പോലെ മിക്സ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക, അല്ലെങ്കിൽ പുറത്ത് തന്നെ വെക്കുക. ഇതിലേക്ക് ഉപ്പുമുളകെല്ലാം പൊടിക്കുന്ന ടൈമിൽ ഞാനിവിടെ എന്താക്കിയെന്നറിയോ, ഒരു കടായി അടുപ്പത്ത് വെച്ചിന് അതിലേക്ക് ഒരു ചെറിയ മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കുഞ്ഞിതായിട്ട് കട്ടാക്കിയിട്ടില്ലേ നല്ല പോലെ എണ്ണയിൽ വഴറ്റിയെടുക്കുന്നത്. പിന്നെ ഒരു 2 പച്ചമുളക് ഇട്ടിട്ട് വഴറ്റി, പിന്നെ 2-3 തണ്ട് കറിവേപ്പില ഇട്ടിട്ട് നല്ല പോലെ ഇങ്ങനെ എണ്ണയിൽ എണ്ണ വഴറ്റിയതിന് ശേഷം നേരത്തെ മിക്സ് ആക്കിയിട്ട് വെച്ച കൂന്തലില്ലേ അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ആക്കിയിട്ട് എടുക്കാം. നല്ല പോലെ മിക്സ് ആക്കിയിട്ടായിട്ട് ഇത് നമ്മൾ മൂടി വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് നല്ല പോലെ വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ നല്ല വെള്ളമെല്ലാം ഇറങ്ങിയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ കൂന്തലത്തെ വെള്ളമെല്ലാം ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്, അരപ്പായിട്ടുണ്ടാവും. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് തുറന്ന് വെച്ചിട്ട് നല്ല പോലെ ഇതൊന്ന് ഒരു എന്താ പറയുന്ന നല്ലൊരു ഗ്രേവി ആവുന്നവരെ നമ്മൾ തീയിൽ നല്ല പോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കറി റെഡി ആയിന്.